വീണ്ടും ഇതാ ഞാൻ എൻ്റെ സ്വപ്ന നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദുബായ്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ. ഇമിഗ്രേഷൻ പരിശോധനകളെല്ലാം കഴിഞ്ഞ് ലഗേജ് എടുക്കുന്ന ഭാഗത്തുകൂടി നടക്കുകയാണ്. എനിക്ക് ലഗേജ് ഒന്നും കളക്ട് ചെയ്യാനില്ല. എൻ്റെ ലഗേജ് കയ്യിൽ തന്നെയുണ്ട്. കൺവെയർ ബെൽറ്റുകളുടെ സമീപത്തുകൂടി കസ്റ്റംസിലേക്ക് നടക്കുകയാണ്. ഇവിടെ വളരെ രസകരമായാണ് പലതിൻ്റെയും ഡിസ്പ്ലേ. സ്പേസ് സൂട്ട് ധരിച്ച പ്രതിമയും ചില ഇൻഫർമേഷൻ കൗണ്ടറുകളും പരസ്യകേന്ദ്രങ്ങളും പുറത്തേക്ക് പോകുന്നവർക്ക് ആവശ്യമെങ്കിൽ മദ്യം വാങ്ങിക്കൊണ്ടു പോകാനുള്ള സൗകര്യവുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ വേറെയുണ്ട്. അവിടെ നിന്ന് മദ്യം ഉൾപ്പെടെ ഏത് സാധനവും വാങ്ങി ദുബായ് നഗരത്തിലേക്ക് ഇറങ്ങാം. ദുബായ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നഗരം കൂടിയാണ്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞു. വലിയ പരിശോധനയൊന്നുമില്ല. ഒരു സ്കാനറിനകത്തുകൂടി ലഗേജ് കയറ്റിവിടും. അത്രയുള്ളൂ. ഇവിടെയാണ് വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്ന സ്ഥലം. അവിടെ എനിക്ക് വേണ്ടി ഒരാൾ കാത്തു നിൽക്കേണ്ടതാണ്. അദ്ദേഹം പാർക്കിങ്ങിലുണ്ട്. ഉടനെ വരുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. മറ്റാരുമല്ല, ഇവിടുത്തെ എൻ്റെ സ്ഥിരം ആതിഥേയൻ, സുഹൃത്ത് ഡോക്ടർ ഷാഫി. അതിഥികളെ സ്വീകരിക്കാനുള്ള ബൊക്കെകളും പൂച്ചെണ്ടുകളുമൊക്കെ ഒരിടത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതിന് ദിവസവും നല്ല ഉപയോഗം വരുന്നതാണ്. മനോഹരമായ പൂച്ചെണ്ടുകൾ. അതങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഇതാ തൊട്ടു പിന്നിൽ എൻ്റെ ചങ്ങാതി എത്തിയിരിക്കുന്നു, ഡോക്ടർ ഷാഫി. ഞാൻ ദുബായിൽ വന്നാൽ ഇദ്ദേഹം ഉണ്ടാകും കൂടെ. അതാണ് രീതി. ഷാഫി അദ്ദേഹത്തിൻ്റെ ലാൻഡ് ക്രൂസർ കാറുമായാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. 3-4 ദിവസം ഡോക്ടർ ഷാഫി ഇനി എൻ്റെ കൂടെ ഉണ്ടാവും. എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണ്. ജൂലൈ മാസത്തിലാണ് ഈ സഞ്ചാരം. അത്യുഷ്ണത്തിൻ്റെ മാസമാണ് ഇവിടെ ജൂലൈ. അല്പം ഹ്യൂമിഡിറ്റിയുമുണ്ട്. പക്ഷേ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒരു മാസ്മരിക ഭാവമുണ്ട് ദുബായിക്ക്. വെയിലാണെങ്കിലും മഴയാണെങ്കിലുമെല്ലാം അതുണ്ടാവും. നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു മാസ്മരികത. എപ്പോൾ വന്നാലും ഒരു എനർജിയോടെ എന്നെ സ്വീകരിക്കുന്ന നഗരമാണ് ദുബായ്. ഇത്തവണ ദുബായിൽ വന്നിരിക്കുന്നത് വേറൊരു ലക്ഷ്യത്തോടെയാണ്. നാളെ മുതൽ 3 ദിവസത്തേക്ക് ഞങ്ങൾ ഒമാനിലൂടെ ദീർഘമായൊരു യാത്ര നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഡോക്ടർ ഷാഫിയുമൊത്താണ് സഞ്ചാരം. ഷൂട്ടിനു വേണ്ടിയുള്ള ആ യാത്ര ഷാഫിയുടെ ഈ കാറിൽ തന്നെ. അതുകൂടാതെ ഇന്ന് എനിക്കിവിടെ ഒരു പരിപാടിയുണ്ട്. വൈകുന്നേരം മോംസ് ആൻഡ് വൈഫ്സ് എന്ന പേരിൽ വനിതകൾക്കായുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ ലോഞ്ച് നടക്കുന്നുണ്ടിവിടെ. ആ ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പരിപാടി കഴിഞ്ഞ് നാളെ രാവിലെ വേണം ഞങ്ങൾക്ക് യാത്ര തുടങ്ങാൻ. എയർപോർട്ടിൽ നിന്നിറങ്ങി യാത്ര തുടരുമ്പോൾ നമുക്കല്പം ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. നേരം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. കിടന്നുറങ്ങുകയായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചേക്കാം. നാടൻ ഉച്ചഭക്ഷണം വേണം. വലതുവശത്ത് എയർപോർട്ടിന്റെ റൺവേ ഒക്കെയാണ്. ഇവിടെ ധാരാളം നല്ല മലയാളി റെസ്റ്റോറന്റുകളുണ്ട്. അതിലൊരിടത്ത് ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. നാട്ടിലേതിനേക്കാൾ ഗംഭീരമായ നാടൻ ഊണ് ഇപ്പോൾ കിട്ടുന്നത് ദുബായിലും ദോഹയിലും ബഹ്റിനിലുമൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം ചില മികച്ച റെസ്റ്റോറന്റുകളുണ്ട് ഷാർജയോട് ചേർന്ന ദുബായിയുടെ ഭാഗത്ത്. അതിലൊന്നിലേക്ക് വണ്ടി വിട്ടു. ഷാർജയും ദുബായും കൂടി ചേരുന്ന ഭാഗമാണ് ഇവിടമൊക്കെ. ഇവിടുത്തെ ജൂബിലി റെസ്റ്റോറന്റിലാണ് ഊണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ആ റെസ്റ്റോറന്റിനകത്തു കയറി. ഇദ്ദേഹം സൈനുദ്ദീൻ. ഞങ്ങൾ കേരള ശൈലിയിലുള്ള ഊണ് തന്നെയാണ് പറഞ്ഞത്. വാഴയിലയിലെ ഊണ്. അച്ചാറും കൊണ്ടാട്ടവും മുളകും പപ്പടവും എത്തി. ഈ വാഴയില പോലും നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇലയിട്ട് വിളമ്പുന്ന ഊണിലെ എല്ലാ വിഭവങ്ങളുമുണ്ട്. ഈ കൂടെ വേണമെങ്കിൽ നോൺ വെജും കിട്ടും. 1-ാം തരം മീൻ വിഭവങ്ങൾ, പിന്നെ മാംസവിഭവങ്ങളും. സത്യം പറയാമല്ലോ, കേരളത്തിലെ റെസ്റ്റോറന്റുകളിൽ കിട്ടുന്ന നാടൻ ഊണിനേക്കാൾ ആസ്വാദ്യകരമാണ് പലപ്പോഴും ദുബായിലും ഷാർജയിലുമൊക്കെയുള്ള നാടൻ ഊണ്. നല്ല കുത്തരിച്ചോറ്, കൊഴുത്ത സാമ്പാർ. ഞങ്ങളൊരു ഫിഷ് വിഭവം കൂടി പറഞ്ഞു. അതിഗംഭീരമായ സദ്യ. വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.
ജൂബിലിക്കാരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇനി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം. 3 മണിയായിട്ടുണ്ട്. അല്പം ഒന്ന് വിശ്രമിക്കണം. വൈകിട്ട് 7 മണിക്കാണ് ഫംഗ്ഷൻ. അത് ഷാർജ കൺവെൻഷൻ സെന്ററിലാണ്. തിരിച്ചിവിടേക്ക് തന്നെ വരണം. ഇതൊക്കെ ഷാർജയോട് അടുത്ത പ്രദേശങ്ങളാണ്. ദുബായ് ടൗണിലാണ് എനിക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്, ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ. ഇനി അങ്ങോട്ട് പോവുകയാണ്. ഒരു ശനിയാഴ്ചയുടെ വൈകുന്നേരമാണിത്. അവധി ദിവസമാണ്. ഇപ്പോൾ ശനിയും ഞായറും കൂടി അവധി ദിവസങ്ങളാണ് ദുബായിൽ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങുന്ന അവധി. നേരെ മുന്നിൽ അങ്ങകലെ കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ. ഇന്നത്തെ പരിപാടിയുടെ സംഘാടകർ അവിടെയാണ് എനിക്ക് മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദുബായിലെ ഏറ്റവും നല്ല പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ഗ്രാൻഡ് ഹയാത്ത്. നമ്മുടെ നാട്ടിൽ നിന്ന് ചലച്ചിത്ര താരങ്ങളും മുഖ്യമന്ത്രിയെപ്പോലുള്ള VVIPകളും വന്നാൽ താമസിക്കുന്ന ഹോട്ടൽ. ലാൻഡ്സ്കേപ്ഡ് ഗാർഡനുകൾ ഉൾപ്പെടെ 37 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹോട്ടൽ. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10 മിനിറ്റിന്റെ കാർ യാത്ര കൊണ്ട് ഇവിടെ എത്താനാവും. ലോബിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഹോട്ടലിന്റെ ഗാംഭീര്യവും ആഢ്യത്വവുമൊക്കെ മനസ്സിലാവുന്നു. ദുബായിൽ പുതിയ കാലത്തെ പല ഹോട്ടലുകളും വരുന്നതിനു മുൻപുള്ള ഏറ്റവും ആഡംബരത്വമാർന്ന ഹോട്ടലാണിത്. 710 മുറികളും 38 സ്വീറ്റുകളുമുണ്ട് ഇതിൽ. 12 റെസ്റ്റോറന്റുകളും. 2003 പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലാണിത്. കാലാനുസൃതമായി സൗകര്യങ്ങളെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പല ലെവലുകളിലായിട്ടാണ് റിസപ്ഷൻ ഏരിയ. വളരെ രസകരമാണ് സംവിധാനങ്ങൾ. ഒരു ഭാഗത്ത് മേൽക്കൂര പരമ്പരാഗത ധോകളുടെ അടിഭാഗം പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിന് കീഴെ ഒരു ഇൻഡോർ ഉദ്യാനമുണ്ട്. അവിടെ കോഫി ഷോപ്പും റെസ്റ്റോറന്റും ബാറുമൊക്കെ പ്രവർത്തിക്കുന്നു. ഒരു സ്വാഭാവിക റെയിൻ ഫോറസ്റ്റ് പോലെയുണ്ട്. ഹോട്ടലുകൾ വെറുതെ കുറെ മുറികൾ മാത്രമല്ലല്ലോ, അതൊരു അനുഭൂതി കൂടി നൽകുന്നതായിരിക്കണം. പരമ്പരാഗത അറേബ്യൻ ജലവാഹനമായ ധോയുടെ ഉൾവശം പോലെയാണ് ഈ ഏട്രിയം ഒരുക്കിയിരിക്കുന്നത്. താഴെയുള്ള റെയിൻ ഫോറസ്റ്റിലെ കുളങ്ങളിൽ കാർപ്പ് മത്സ്യങ്ങൾ മുതൽ ആമകൾ വരെയുണ്ട്. ദുബൈയിലെ വാസൽ അസറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഹോട്ടലിന്റെ ഉടമകൾ അവർ തന്നെയാണ്. ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹയാത്ത് ഹോട്ടൽസ് കോർപ്പറേഷനാണ് ഹോട്ടൽ മാനേജ് ചെയ്യുന്നത്. 5000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ സെന്റർ, വലിയ 2 ബാൾ റൂമുകൾ, മറ്റ് 14 മീറ്റിംഗ് റൂമുകൾ, ഓപ്പൺ എയർ പരിപാടികൾക്കായി വിശാലമായ ഇവന്റ് ലോണുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. എല്ലാ ഭാഗവും ഇതുപോലെ ആഡംബരപൂർവ്വം ഒരുക്കിയത് തന്നെ. നിലത്തിട്ടിരിക്കുന്ന ടൈലുകളിൽ പോലും സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങൾ. ആഡംബരത്വത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഞാൻ 9ാം നിലയിലേക്ക് കയറി ചെന്നു. ഇവിടെയാണ് എന്റെ മുറി. ചെറിയ വളവോടെ കിടക്കുന്ന നീളൻ പാസേജ്. അങ്ങേയറ്റത്തെ മുറിയാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. വയറ് നിറയെ ഊണ് കഴിച്ചതിന്റെ ആലസ്യത്തിലാണ് ഞാൻ. മുറിക്കകത്ത് തന്നെ ഒരു കോറിഡോറുണ്ട്. അതിന്റെ 2 വശത്തും ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും മറ്റുമാണ്. ഇതാണ് ബെഡ്റൂം. വിശാലമായ ബെഡ്റൂം. അതിമനോഹരമായ ഒരുക്കിവെച്ച മുറിയാണ്. ഏറ്റവും മികച്ച സംവിധാനങ്ങളോട് കൂടിയ ടോയ്ലറ്റ്. ഇന്നിനി അല്പം വിശ്രമം, പിന്നെ വൈകിട്ടത്തെ ഇവന്റും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. അടുത്ത പ്രഭാതം 6 മണിയായപ്പോഴേക്കും നേരം നന്നേ വെളുത്തു. യാത്രയ്ക്കൊരുങ്ങി നിൽക്കുകയാണ് ഞാൻ. 6 മണിക്ക് തന്നെ ഡോക്ടർ ഷാഫി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇന്നൊരു ദീർഘയാത്ര പുറപ്പെടുകയാണ്. ഹോട്ടലിന്റെ ലോബിയിലൂടെ ഞാൻ പുറത്തേക്ക് നടന്നു. ഡോക്ടർ ഷാഫിയുടെ കാർ കിടപ്പുണ്ട്. കൃത്യം 6 മണിക്ക് തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നു.
ഞങ്ങൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒമാൻ ടൂറിന് പുറപ്പെടുകയാണ്. ദുബായിൽ നിന്ന് റോഡ് മാർഗം ഒമാനിലേക്ക് പോകാം. മസ്കറ്റിലേക്ക് ഇവിടെ നിന്നും 5 മണിക്കൂറിന്റെ യാത്രയുണ്ട്. പക്ഷേ നേരിട്ട് അങ്ങനെയങ്ങ് പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇടയ്ക്കെല്ലാം നിർത്തി പല പല പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ കണ്ടു വേണം പോകാൻ. രസകരമായ ഒരു യാത്രയായിരിക്കും. ഡോക്ടർ ഷാഫിയെ പോലുള്ള ഒരു സുഹൃത്തിനൊപ്പമുള്ള ദീർഘയാത്ര വളരെ ആസ്വാദ്യമായിരിക്കും. ദുബായിലെ ആർക്കിടെക്ചർ രസകരമാണ്. എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു സംഗതിയാണത്. ദുബായിലെ കെട്ടിടങ്ങൾക്കെല്ലാം സ്വന്തമായ ഒരു ക്യാരക്ടറുണ്ട്. നല്ല പെർഫെക്ഷനുള്ള പണി. ലോക നിലവാരമുള്ള ആർക്കിടെക്റ്റുകളും എഞ്ചിനീയർമാരും പണിതുകൊണ്ടുകൂടിയാണത്. ഇതിവിടുത്തെ പ്രശസ്തമായ റാഫിൾസ് ഹോട്ടലാണ്. ഒരു ഈജിപ്ഷ്യൻ ശൈലിയിൽ പണിത ഹോട്ടൽ. പിരമിഡും ഈജിപ്ഷ്യൻ സ്പിങ്സ് പ്രതിമകളും മ്യൂറലുകളുമൊക്കെയുണ്ട് അതിൽ. 240 മുറികളാണ് ഹോട്ടലിലുള്ളത്. അവിടെ 1 ഹെക്ടർ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്ന സ്കൈ ഗാർഡൻ പ്രശസ്തമാണ്. 2007 റാഫിൾസ് ഹോട്ടൽ ദുബായിൽ പ്രവർത്തനം തുടങ്ങിയത്. ഷെയ്ഖ് റാഷിദ് റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതിന്റെ ഓരത്താണ് റാഫിൾസ് ഹോട്ടൽ. ഇവിടെ ജംഗ്ഷനുകളൊക്കെ വരുന്നയിടം അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിടും. 46 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടെങ്കിലും കൃത്യമായി നനച്ച് പരിപാലിക്കുന്നതിനാൽ ഉദ്യാനങ്ങളും ലോണുകളുമൊക്കെ മനോഹാരിതയോടെ നിൽക്കുന്നു. ദുബായ് അലൈൻ റോഡിലൂടെ കയറി ഞങ്ങൾ ആദ്യം പോകുന്നത് ഹത്ത എന്ന സ്ഥലത്തേക്കാണ്. ഹജർ പർവ്വതത്തിലെ ഒരു പട്ടണമാണ് ഹത്ത. ഇത് അലൈൻ റോഡാണ്. ദുബായ് അലൈൻ റോഡ്. നല്ല വേനൽക്കാലമാണ്. കുറച്ചു പൊടിശല്യമുണ്ട്. അതിനാൽ ആകാശത്ത് നീല നിറമല്ല. അങ്ങകലെയുള്ള പല ദൃശ്യങ്ങളും വ്യക്തമല്ല. അപ്പാർട്ട്മെന്റുകളും സ്കൈലൈനുകളുമൊക്കെ ഒരു മങ്ങലിലൂടെയാണ് കാണുന്നത്. ഈ കാണുന്ന കെട്ടിട കോംപ്ലക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മലയാളി സംരംഭമാണ്. ശോഭ ഡെവലപ്പേഴ്സിന്റെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. ഈ പ്രദേശത്തൊക്കെ വമ്പൻ പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുള്ള ഒരു മലയാളി സംരംഭമാണ് ശോഭ. അത്തരം വലിയ ഡെവലപ്പേഴ്സിനെ പലതിനെയും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ശോഭയുടെ മറ്റൊരു വമ്പൻ പ്രോജക്റ്റാണിത്. ഇന്ത്യക്കാരിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ഡെവലപ്പർ ശോഭയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും MA യൂസുഫ് അലി, ജോയി ആലൂക്കാസ് തുടങ്ങിയ പേരുകളൊക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ അത്തരത്തിലുള്ള മറ്റ് ധാരാളം മലയാളി സംരംഭകർ ഇവിടെയുണ്ടെന്ന് ഓർക്കേണ്ടതുണ്ട്. ഒമാൻ കേന്ദ്രീകരിച്ച് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ആളാണ് ശോഭ ഡെവലപ്പേഴ്സിന്റെ സ്ഥാപകനായ PNC മേനോൻ. അവിടം പിന്നിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ സിറ്റിക്ക് സമീപമുള്ള ഡ്രാഗൺ മാർട്ട് എന്ന വമ്പൻ ഒരു മാർക്കറ്റിനടുത്തേക്കാണ്. നേരം രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂ എന്നതിനാൽ മാർക്കറ്റ് തുറന്നിട്ടില്ല. ചൈനീസ് പ്രോഡക്റ്റുകളുടെ വമ്പൻ ഒരു മാർക്കറ്റാണ് ഡ്രാഗൺ മാർട്ട്. എന്തും ഏതും കിട്ടും. ഒമാനിൽ നിന്ന് വരെ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ അവിടെ വരാറുണ്ട്. മലയാളികളുടെ ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണത്. ഫർണിച്ചറുകൾ, വീടലങ്കരിക്കാനുള്ള വസ്തുക്കൾ, പെയിന്റിങ്ങുകൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ് തുടങ്ങി സർവ്വതും കിട്ടുന്ന ഒരിടമാണ് ഡ്രാഗൺ മാർട്ട്. 100 കണക്കിന് ഷോപ്പുകളുണ്ട് അവിടെ. ഇന്റർനാഷണൽ സിറ്റിയുടെ സമീപത്ത് തന്നെയാണ് ഡ്രാഗൺ മാർട്ട്. സഞ്ചാരത്തിൽ പണ്ട് വിശദമായി കാണിച്ചിട്ടുള്ളതാണ് ഇന്റർനാഷണൽ സിറ്റി. ഓരോ രാജ്യത്തിന്റെയും തീമിലുള്ള ചെറുനഗരങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ സിറ്റിയിൽ. അവിടം പിന്നിട്ടു പോകുമ്പോൾ റോഡിനു കുറുകെ തലയ്ക്ക് മുകളിൽ ഒരു പാലം കാണാം. UAE-യിലെ റെയിൽവേ നെറ്റ്വർക്കായ എത്തിഹാദ് റെയിലിന്റെ ഒരു ലൈനാണ് അതിൽ. ദുബായിയെയും അബുദാബിയെയും വെറും 30 മിനിറ്റ് കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് ട്രെയിനുകൾ 2030-ൽ എത്തിഹാദ് റെയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടങ്ങനെയിരുന്നു. വൃക്ഷത്തൈകളോ മറ്റോ കൊണ്ടുപോകുന്ന ലോറികൾ. നമ്മൾ ഇതുവരെ കണ്ട ഒരു ദുബായ് അല്ല ഇനി. ദുബായ് എന്ന എമിറേറ്റിന്റെ മണലാരണ്യമാണ് ഇക്കാണുന്നത്. ദീർഘദൂരം ഇനി ഈ ഒരു ഭൂപ്രകൃതിയിലൂടെയാവും യാത്ര. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു കാലത്ത് ഗൾഫ് മുഴുവൻ. മതിൽക്കെട്ടിനകത്ത് ഈന്തപ്പനത്തോട്ടങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ്. അതൊന്നുമില്ലാത്തിടം ഇങ്ങനെ ഊഷരമായ ഭൂമി. പിന്നെയും കുറച്ചുകൂടി ചെല്ലുമ്പോൾ
പച്ചപ്പുള്ളതും ചെറിയൊരു ടൗണെന്ന് തോന്നുന്നതുമായ ഭാഗങ്ങളിലേക്കെത്തുന്നു. ലബാബ് എന്നൊരു പ്രദേശമാണിത്. മണ്ണിന്റെ നിറമുള്ള ഒരു മോസ്ക്, ചെറിയ ജംഗ്ഷനുകൾ, ചെറിയ കച്ചവട കേന്ദ്രങ്ങൾ, കോട്ട പോലെ ഗോപുരങ്ങളോട് കൂടിയ ഒരു മതിൽക്കെട്ട്, ഏതോ അറബിയുടെ ഫാം ഹൗസോ മറ്റോ ആണ്. ചെറിയ കഫറ്റീരിയകളും മറ്റും വഴിയരികിലെ കെട്ടിടങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് നിരവധി ട്രക്കുകൾ നിരന്നു കിടക്കുന്നു. പച്ചക്കറി ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഒമാനിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വരുന്ന ട്രക്കുകളാണ് ഈ കിടക്കുന്നത്. പഴങ്ങളും കായ്കറികളും മറ്റു കാർഷിക വിഭവങ്ങളുമെല്ലാം ഒമാനിൽ നിന്ന് ദുബായിലെത്തുന്നു. പിന്നെ ഒരു കാഴ്ച കാരവനുകളാണ്. പല വലിപ്പത്തിലുള്ള നിരവധി ക്യാമ്പിംഗ് വാഹനങ്ങൾ. ലബാബ് ഒരു എന്റർടൈൻമെന്റ് പ്രദേശം കൂടിയാണ്. മണലാരണ്യത്തിലെ വിനോദങ്ങൾക്ക് ആളുകളെത്തുന്ന ഒരു സ്ഥലം. 97 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ലബാബ്. അതിന്റെ പ്രധാന പട്ടണഭാഗത്തേക്ക് ഞങ്ങൾ കയറിയില്ല. അക്കാണുന്നതാണ് ലബാബ് ടൗൺ. ഇപ്പോൾ ടൂറിസം രംഗത്ത് വികസിച്ചു വരുന്ന ഒരു പ്രദേശം. സാൻഡ് ഡ്യൂൺസിലെ സാഹസിക വിനോദമായ ഡെസേർട്ട് സഫാരിയും മറ്റും ആസ്വദിക്കാനാണ് ഇവിടെ കൂടുതൽ ആളുകളും എത്തുന്നത്. ക്വാഡ് ബൈക്ക് റേസ്, ഡെസേർട്ട് ക്യാമ്പുകൾ, ഡിന്നർ പരിപാടികൾ, ബെല്ലി ഡാൻസ്, സാഹസികമായ കാർ റൈഡ്, ഇങ്ങനെ നിരവധി വിനോദങ്ങൾ ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ദുബായിയുടെ ഡെസേർട്ട് എന്റർടൈൻമെന്റ് ഏരിയയാണ് ലബാബ്. ക്വാഡ് ബൈക്കിന്റെ പാർക്കിംഗ് ഏരിയകളും മറ്റും ഒരു ഭാഗത്ത് കാണാം. സമ്മർ ആയതുകൊണ്ടും വലിയ ചൂടിന്റെ സമയമായതുകൊണ്ടും ഇപ്പോൾ ഡെസേർട്ട് വിനോദങ്ങളുടെ ഒരു സീസണല്ല. പക്ഷേ വിന്റർ തുടങ്ങുന്ന ഒക്ടോബർ മുതൽ ഇവിടം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും. ഉച്ച കഴിഞ്ഞ് 4 മണിയാകുമ്പോഴാണ് മരുഭൂമിയിലെ വിനോദ പരിപാടികൾ തുടങ്ങുക. 3 മണി മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങും. പാതയോരത്ത് മണൽ കുന്നുകൾ കാണാം, സാൻഡ് ഡ്യൂൺസ്. ഇനി അങ്ങോട്ട് ഈ റോഡിന്റെ 2 വശത്തും അത്തരം മണൽ കുന്നുകളാണ്. ആ മണൽ കുന്നുകളിലൂടെ സഫാരി വാഹനങ്ങളിൽ കുറേ ദൂരം പോകാം. കുന്നുകൾ കയറിയും ഇറങ്ങിയുമുള്ള ആവേശകരമായ യാത്രയായിരിക്കും അത്. ഈ മണൽക്കുന്നുകളുടെ അങ്ങേ ചെരുവുകളിലൊക്കെ ധാരാളം ക്യാമ്പുകളുണ്ട്. അത്തരം നിരവധി ഡെസേർട്ട് ക്യാമ്പുകളുണ്ട് ഈ ലബാബ് ഏരിയയിൽ. ഇവിടുത്തെ ഒരു ഫ്രൈഡേ മാർക്കറ്റാണ് ഈ കാണുന്നത്. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ആളുകൾ വരിക. അറേബ്യയുടെ പുരാതന പാരമ്പര്യത്തിന്റെ ഭാഗമാണല്ലോ ഫ്രൈഡേ മാർക്കറ്റുകൾ. ലബാബ് പിന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറേ ദൂരം കൂടി ഓടി. ഇപ്പോൾ അൽ മദാം എന്ന പട്ടണത്തിലേക്ക് എത്തുകയാണ്. ദുബായിക്കും ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനമായ ഹത്തായ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രധാന പട്ടണമാണ് മദാം. ഇവിടം ഷാർജയുടെ ഭാഗമാണ്. ഇവിടെ എത്തുമ്പോൾ ശരിക്കും കാണുന്നത് 80കളിലെ ഒരു ദുബായിയെയാണ്. ഇന്നത്തെ പളപളപ്പുള്ള നഗരമായ ദുബായ് 80കളിൽ ഇങ്ങനെയായിരുന്നു. ഒരു നിലയുള്ള കെട്ടിടങ്ങളുടെ നഗരം. സലൂൺ, ഫ്ലോർ മിൽ, ചെറു റെസ്റ്റോറന്റ്, ലോണ്ടറി, ഗ്രോസറി ഷോപ്പുകൾ എന്നിവയൊക്കെയുള്ള തെരുവുകളായിരുന്നു അവിടുത്തേത്. ഈ വഴിയരികിൽ കാണുന്ന തരം ചെറിയ സ്ഥാപനങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശം. അന്നും ദുബായിൽ ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളിൽ മലയാളികൾ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ദുബായ് ഒരു ഇന്റർനാഷണൽ സിറ്റിയായി വളർന്നു തുടങ്ങിയപ്പോഴാണ് ഇത്തരം കെട്ടിടങ്ങളും അവയിലെ സ്ഥാപനങ്ങളുമെല്ലാം അപ്രത്യക്ഷമായത്. പക്ഷേ മദാം പോലുള്ള പട്ടണങ്ങൾക്ക് അങ്ങനെ മാറേണ്ട ആവശ്യം വന്നില്ല. ദുബായിയുടെ നഗരഹൃദയത്തിൽ നിന്നും വളരെ അകലെയാണിത്. ഇപ്പോഴും ധാരാളം മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മദാം ശരിക്കും ദുബായ് എമിറേറ്റിലെ പട്ടണമല്ല, ഷാർജ എമിറേറ്റിലാണിത്. ദുബായ് എമിറേറ്റ് കടന്ന് ഞങ്ങൾ ഷാർജ എമിറേറ്റിലേക്ക് കയറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ദുബായിലേക്ക് കടക്കണം. ഷാർജയിലൂടെ ഒന്ന് കടന്നു പോകുന്നേയുള്ളൂ. മദാമിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സുഹൃത്തിനെ കൂട്ടാനുണ്ട്. ഡോക്ടർ ഷാഫിയുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം, ഡോക്ടർ അജിത്. അദ്ദേഹം ഈ പട്ടണത്തിൽ ഞങ്ങളെ കാത്തു നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ അദ്ദേഹം വരുന്നു. കയ്യിൽ വലിയൊരു പൊതിക്കെട്ടൊക്കെയായാണ് വരുന്നത്. ഡോക്ടർ അജിത്. ഡോക്ടർ ഷാഫിയുടെ സഹപാഠിയായിരുന്നു ഡോക്ടർ അജിത്. കോട്ടയംകാരനാണ്. ദുബായ് ഗവൺമെന്റിന്റെ ഒരു കൺസർവേഷൻ പ്രോജക്ടിന്റെ ജനറൽ മാനേജറാണ് അദ്ദേഹം. വന്യജീവി സംരക്ഷണമാണ് ജോലി. ധാരാളം സ്റ്റാഫുണ്ട് ഡോക്ടർ അജിത്തിന്റെ കീഴിൽ. ഹത്തയിലാണ് അദ്ദേഹം ചുമതല വഹിക്കുന്ന വന്യജീവി സങ്കേതം. ഹത്ത ഡോക്ടർ അജിത്തിന് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അവിടുത്തെ കുറെ കാഴ്ചകളിലേക്ക് പോകണം.
അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ദീർഘകാലമായി ദുബൈയിലാണ് ഡോക്ടർ അജിത്. അങ്ങനെ അദ്ദേഹവുമൊത്ത് മരുഭൂമിയിലൂടെ യാത്ര തുടരുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ചു ദൂരം കൂടി മാത്രമേ സമതലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഹജർ പർവ്വതത്തിലൂടെയാവും യാത്ര. നമ്മുടെ സഹ്യപർവ്വതം കടക്കുന്നതുപോലെ ഒരു ഗംഭീര അനുഭവമായിരിക്കും അത്. മണലാരണ്യം കടന്ന് ഇനി ഒരു 40 കിലോമീറ്റർ കൂടി പോയാൽ ഹത്തയിലെത്തും. അൽ മദാമിൽ നിന്ന് ഹത്തയിലേക്ക് ഏതാണ്ട് 70 കിലോമീറ്ററാണ് ദൂരം. നല്ല ഹൈവേ ആണ്. 3/4 മണിക്കൂർ കൊണ്ട് അവിടെയെത്തും. മലമ്പ്രദേശമാണെങ്കിലും ഗംഭീരമായ റോഡ്. ഈ 6 വരിയൊക്കെ പർവ്വതം കയറുമ്പോഴും കാണാമെന്നതാണ് പ്രത്യേകത. ഹത്ത ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു.